വഖഫ് ഭേദഗതി കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് സമ്മതിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. മുനമ്പം വിഷയം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. തിയോഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുനമ്പം സമരം 185 ദിവസം പിന്നിടുമ്പോഴാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്തെത്തിയത്. കൊച്ചിയിലെത്തി അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരമാകാൻ, അതായത് വഖഫ് ബില്ലുകൊണ്ട് മുനമ്പം നിവാസികളുടെ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമാവില്ല, അതിന് കോടതിയിലേക്ക് പോകേണ്ടി വരുമെന്ന് പ്രതികരിച്ചിരുന്നു. അതിൽ ചെറിയ പ്രതിഷേധം മുനമ്പ നിവാസികൾക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് മുനമ്പത്തെത്തി വൈകിട്ട് ഇവിടെ യോഗം നടത്തി. BJPയുടെ നേതൃത്വത്തിൽ, അതായത് NDAയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഒരു യോഗം. അതിൽ സംസാരിച്ചു, കേന്ദ്രമന്ത്രി സംസാരിച്ചു. പക്ഷേ അപ്പോഴും പ്രശ്നത്തിന് എന്ന് പരിഹാരമാകും, എങ്ങനെ പരിഹരിക്കപ്പെടും എന്നതിനൊരു കൃത്യമായ ഉത്തരം നൽകാൻ മന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു ഉത്തരം സമരസമിതിക്കും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് സമരസമിതി കൺവീനർ സമരസമിതിക്ക് നേതൃത്വം നൽകുന്ന ഈ മുനമ്പം വേളാങ്കണ്ണി പള്ളി ഇടവക വികാരി കൂടിയായ ഫാദർ ആന്റണി സേവ്യർ നമ്മളോട് പ്രതികരിച്ചത് കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ തിരക്ക് മൂലം മന്ത്രിയോട് നേരിട്ട് ചോദിക്കാൻ കഴിഞ്ഞുമില്ല. അത് എഴുതി കൊടുത്തിട്ടുണ്ട്. നിയമത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ, നിയമത്തിൻ്റെ ഈ ബില്ല് പാസ്സായതിനു ശേഷം അത് നിയമമാകുന്നതിന് വേണ്ടിയുള്ള മറ്റ് ഡ്രാഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അത് 3 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരം നൽകാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് ഫാദർ ആന്റണി സേവ്യർ തന്നെ അത് നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തു. പലരും പലപ്പോഴുമായി വന്ന് വാഗ്ദാനങ്ങൾ നൽകി പോകുന്നു, പക്ഷേ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ്. എന്തായാലും കൃത്യമായ ഒരു ഉത്തരം ഈ എന്ന് പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന കാര്യത്തിൽ മുനമ്പം നിവാസികളുടെ ആവശ്യം നിറവേറ്റപ്പെടുന്നതുവരെ സമരം തുടരുമെന്നൊരു സൂചനയാണ് സമരസമിതി നൽകുന്നത്. അതും ഫാദർ ആന്റണി സേവ്യർ നമ്മളോട് പങ്കുവച്ചിരുന്നു. എന്തായാലും വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു. നിരവധി BJPക്കാർ ഉൾപ്പെടെ എത്തിയാണ് ഇന്ന് ഈ വേദിയിൽ പങ്കെടുത്തത്. 10,000-ലധികം പേർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത്രയും പേരൊന്നും ഇവിടെ എത്തിയിരുന്നില്ല. പക്ഷേ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള നിരവധി BJP നേതാക്കളും പ്രാദേശിക നേതാക്കളും ഒക്കെ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ ഒരു യോഗം ഇവിടെ നടത്തിയെങ്കിൽ കൂടി മുനമ്പം നിവാസികൾക്ക് ഉറപ്പ് ലഭിക്കുന്ന, തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പ് ലഭിക്കുന്ന ഒരു വാഗ്ദാനം, അതായത് തങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ്, ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടിയാണ് യോഗത്തിൽ പങ്കെടുക്കാൻ ഇരുന്നത് എന്നാണ് ഫാദർ ആന്റണി സേവ്യർ പറഞ്ഞത്. അത്തരത്തിലൊരു പ്രതീക്ഷ സമരസമിതിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഉത്തരവ് ലഭിക്കുക, അല്ലെങ്കിൽ അത് വ്യക്തമാകുന്ന ഒരു ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള യാതൊരു പ്രഖ്യാപനം ഇവിടെ ഉണ്ടായില്ല. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. വഖഫ് ബില്ല് വന്നത് മൂലം ഇനി അങ്ങോട്ട് ആരും മുനമ്പം നിവാസികൾ അനുഭവിച്ചതുപോലുള്ള പ്രശ്നത്തിനെ നേരിടേണ്ടി വരില്ല എന്നെല്ലാം പറഞ്ഞെങ്കിൽ പോലും പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.